അത് ചോദിക്കണം വിചാരിച്ചിട്ടാണ്. വൈഫിനെ ഒന്നും അങ്ങനെ വീഡിയോസിലൊന്നും കണ്ടിട്ടില്ല. ഇഷ്ടം പോലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ചേട്ടന്റെ കുറെ പഴയ ഫോട്ടോസും ഒക്കെ ഓരോരുത്തരുടെ കയ്യിലുണ്ട്. കുറെ ആൾക്കാരുടെ കയ്യിലുണ്ട്. ഞാൻ ഒരു ഫോട്ടോ അങ്ങനെ കണ്ടിട്ടുണ്ട്, ചേട്ടന്റെ കല്യാണ ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു. അത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടല്ലോ, എൻ്റെ പേജിലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം അത് ഇട്ടിട്ടുണ്ട്. പക്ഷേ അതൊരു കുറേ താഴോട്ട് ഒക്കെ കിടക്കുന്ന സംഭവമാണ്. എന്നാലും ഞാൻ അങ്ങനെ വൈഫിന് അല്ലെങ്കിൽ മോള് അല്ലെങ്കിൽ അമ്മ അങ്ങനെ ഒരു എനിക്ക് ബ്രദറുണ്ട്. അപ്പം അങ്ങനെ ഒരു ഫാമിലിയിലോട്ട് ഞാൻ എൻ്റെ ഒരു കാരണം ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫ് പേഴ്സണലാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും എൻ്റെ പബ്ലിക് ലൈഫ് ഇറ്റ്സ് ഓക്കെ. പേഴ്സണൽ ലൈഫ് നമ്മൾ അത് വിൽക്കേണ്ട കാര്യമില്ല, റിവീൽ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ചിലരൊക്കെ ഫാമിലി എല്ലാം ഉൾപ്പെടുത്തിയേക്ക് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്ക് ബേസിക്കലി പേഴ്സണൽ ലൈഫ്, കാരണം മോള് തന്നെ ആണെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് പുള്ളിക്കാരി. അപ്പോൾ പുള്ളിക്കാരുടെ പ്രൈവസികളുണ്ടാവും, എൻ്റെ വൈഫിനുണ്ടാവും. അപ്പോൾ അത് ആ ഒരു അതെ, അപ്പോൾ ആ ഒരു പ്രൈവസി അവരെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ കൂടെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അവരവരുടെ രീതിയിൽ. അപ്പോൾ ഈയിടയ്ക്ക് മോൾ എൻ്റെ അടുത്ത് എന്ന് പറയുന്നത് അവളുടെ ക്ലാസ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ എന്നെക്കുറിച്ചൊരു ചർച്ച ഉണ്ടായിരുന്നു. ഇന്നൊരു വീഡിയോ കണ്ടു, അപ്പോൾ ആ സ്ഥലത്ത് അവർ പോയി കഴിച്ചു, അങ്ങനെ ഒരു റിസോർട്ടിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, 999 rupees ഡേ ഔട്ടിൻ്റെ. അപ്പോൾ അവളുടെ ക്ലാസ്സിലുള്ള കുറേ കുട്ടികൾ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അറിയില്ല ഞാൻ പുള്ളിക്കാരുടെ ഫാദറാണെന്ന്. അവള് പറഞ്ഞിട്ടില്ല, അറിയത്തില്ല. മോള് പറഞ്ഞിട്ടില്ല. മോള് 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. തീർച്ചയായിട്ടും മോക്ക് ഇനി അത് മിക്കവാറും റിവീൽ ചെയ്യേണ്ടി വരും. കുറച്ച് നാളെ കുറെ അടുത്ത ഫ്രണ്ട്സിനൊക്കെ അറിയായിരിക്കും, പക്ഷെ എല്ലാവർക്കും ഒന്നും അറിയില്ല. അപ്പം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവളും അതൊന്നും അത്തരത്തിലുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുകൊണ്ടായിരിക്കാം അത് പറയാതിരിക്കുന്നത്. എല്ലാവർക്കും അപ്പം മോക്കും മനസ്സിലായി കാണും ഒരു ചെറിയൊരു പേഴ്സണൽ എല്ലാവർക്കും ആവശ്യമാണ് സ്പേസ്. അല്ല, പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ എവിടെ പോയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ കണ്ടാൽ ഇഷ്ടപ്പെട്ട് ഓടി വരുന്ന കോമൺ മാനാണ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. ഭയങ്കര ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വന്നിപ്പം ഒരു ഓട്ടോയിൽ ഒരു ചേട്ടൻ വന്ന് എന്നെ ഓവർടേക്ക് ചെയ്ത് എൻ്റെ വണ്ടി, ഞാൻ വിചാരിച്ചു എന്തോ പ്രശ്നം, ഞാൻ ഓടിയപ്പോൾ എൻ്റെ വണ്ടി തട്ടിയോ എനിക്കറിയില്ല, അറിയാൻ പറ്റില്ലല്ലോ നമ്മൾ എന്താ ബാക്ക് വല്ലതും തട്ടേ അല്ലെങ്കിൽ എന്ത്. ഇപ്പോൾ ഒരാൾ എന്നെ ഓവർടേക്ക് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ കുഴപ്പമാണ് എന്നുള്ള രീതി. അപ്പോൾ അയാൾ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ചേസ് ചെയ്ത് വന്നിട്ട് ഒരു ഭയങ്കര സ്നേഹത്തോടു കൂടി വന്ന് ഒരുമിച്ച് ചായ കുടിച്ചിട്ട് പോയി. അപ്പോൾ അത്തരത്തിലുള്ള ഇഷ്ടങ്ങളാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപ്പം മറ്റ് വേറൊരു ക്രൗഡിൽ പോകുമ്പം ഇച്ചിരി ഒരു ഹിപ്പോക്രസി ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ വേറെ ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ്. പക്ഷേ കോമൺ മാൻ, ഒരു സാധാരണക്കാരൻ്റെ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കടകളിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെറിയ കടയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുമ്പോൾ അവർ ആ വീഡിയോ കാണുന്നത് കൺസീവ് ചെയ്യുന്നത്, അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം അവർ നമ്മളെ കാണുന്നത് വേറൊരു. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. തിരുവനന്തപുരത്ത് ഒരു കാർ ഷെഡിൻ്റെ അകത്ത് ഒരു 300 square feet വരില്ല, 150-200 square feet ഒരു ചെറിയ കട പ്രവർത്തിച്ചിട്ടുണ്ട്, കലക്കാച്ചി. ഇപ്പോഴും ഉണ്ട്. ഞാൻ തന്നെ ഇനോഗ്രേറ്റ് ചെയ്താണ്, പ്രൊമോട്ട് ചെയ്താണ്. കുഞ്ഞു കടയാണ് അന്നത്തെ കാലത്ത്. അവർ വീട്ടിൽ പൊതിച്ചോറൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതിനെ വീഡിയോ ചെയ്തതിനു ശേഷം അവർ കട തുടങ്ങിയത്. പിന്നെ അവർ ഒരു വീട് വയ്ക്കുന്നു, അതിന് എന്നെ വിളിക്കുന്നു. കാർ എടുക്കുന്നു, കീ ഹാൻഡ് ഓവർ ചെയ്യുന്ന എന്നെ വിളിക്കുന്നു. ഇപ്പോൾ പുതിയ കട ഉദ്ഘാടനം ചെയ്തു. 300 square feet നിന്ന് 3000 square feet അവർ കലക്കാച്ചി മെറ്റമോർഫസിസ് എന്ന് പറഞ്ഞ വലിയ മെറ്റമോർഫസിസാണ്. 300 നിന്ന് ഒരു 3 വർഷത്തിനുള്ളിൽ അതിനുള്ളിൽ അവർ ഇത്രയും അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കും. അവർ വീണ്ടും നമ്മളെ ആ ഉദ്ഘാടനത്തിന് വിളിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്കതൊരു അത്തരം ജീവിതത്തിൽ ഈ പറയുന്ന കിട്ടിയ വേൾഡ് റെക്കോർഡിനേക്കാളും ഒക്കെ മധുരമുള്ള സംഭവങ്ങളാണ്, സമ്മാനങ്ങളാണ്. അവർ നമ്മളങ്ങനെ കാണുന്നുള്ള. മറിച്ച് വേറൊരു എനിക്കറിയില്ല, വേറൊരു പ്രീമിയം ബ്രാൻഡോ പ്രീമിയം റെസ്റ്റോറൻറ്റോ നമ്മൾ പ്രൊമോട്ട് ചെയ്തു, പൈസ മേടിച്ചു, തീർന്നു, ബൈ എന്നുള്ളൊരു ഇതായിരിക്കും. പക്ഷേ ഇത്തരം ആൾക്കാരുടെ സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ അത് ഇടയ്ക്ക് മുകേഷ് ചേട്ടാ, മുകേഷ് ചേട്ടനോട് ഞാൻ 10-15 വേദി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അവിടെ എല്ലാം മുകേഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ചെറിയൊരു നല്ലൊരു നാരങ്ങാവെള്ളം കിട്ടുന്ന ഷോപ്പായാൽ പോലും അവിടെ വ്ളോഗ് ചെയ്ത വ്യക്തി എന്നാണ് ഞാൻ. സാധാരണക്കാരെന്നാണ് ഞാൻ എല്ലായിടത്തും ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. ചേട്ടൻ അത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് അത് പറഞ്ഞത് നമ്മൾ ലക്ഷ്മി നക്ഷത്രമൊക്കെ ആയിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കരുതാപ്പള്ളിയിൽ. അവിടെ വെച്ചിട്ടാണ് അത് പറഞ്ഞത്. അതും പറഞ്ഞു അതിന് മുമ്പ് ഉള്ള 3-4 വേദികളിലും പറഞ്ഞു. പക്ഷേ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞത് അതാ, അതും എനിക്ക് ഓർമ്മയുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരാളാണ് താങ്കൾ. അതുകൊണ്ട് വളരെ സന്തോഷം നമ്മോടൊപ്പം ഇത്രയും നേരം ഈ ഒരു സമയം ചെലവഴിച്ചതിൽ. ബിസി ആണെന്നറിയാം. ചേട്ടൻ്റെ പേഴ്സണൽ ക്യാമറമാൻ അവിടെ വെയിറ്റിംഗ് ആണ്. അടുത്ത ഇനാഗ്രേഷൻ ഉണ്ടോ അതോ ഇനി അടുത്തുണ്ട്? ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് സിനിമയിൽ നല്ലൊരു വേഷം. ഞാനിപ്പോൾ അതൊരു ചോദിക്കാൻ വിചാരിച്ചത്, ഒരു വീഡിയോ കണ്ടായിരുന്നു മേക്കപ്പ് ഒക്കെ ഇട്ട് ചെയ്യുന്നത് സിനിമ. അത് ഏത് സിനിമയാണ്? അത് ഒമറക്ക നല്ലൊരു ഫുഡിയാണ്. ഒമറക്ക ഇടയ്ക്ക് ട്രിവാൻഡ്രത്ത് വരുമ്പോൾ എന്നെ ഇടയ്ക്ക് വിളിച്ചിട്ട് ഇവിടെ ഫുഡ് കിട്ടുമെന്നൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അവസാനം ഇവിടെ തിരുവനന്തപുരത്തൊരു കടയില്ല. അപ്പോൾ ഞാൻ കലക്കാച്ചി റെസ്റ്റോറൻറ്റ് പറഞ്ഞു കൊടുത്തു, ശാസ്ത്രപുരത്ത് സീ ഫുഡ് കിട്ടുന്നു. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ പോകാനായിട്ട് ഒമറക്ക വിളിച്ചിട്ട് നീ കൂടെ വാങ്ങുന്നു പറഞ്ഞു. അപ്പോൾ
പക്ഷെ ഞാൻ ചെന്നപ്പോൾ ലേറ്റായി, ഉമറൊക്കെ കഴിച്ചിട്ടൊക്കെ ഇറങ്ങി അവിടെ. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഇവിടെ ഞാൻ ബാഡ് ബോയ്സ് എന്നൊരു പടം ചെയ്യുന്നുണ്ട്, അതിൻ്റെ അകത്തൊരു ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാമിയോ റോളാണ്. നിനക്ക് ഫുൾ ടൈം ചെയ്യാൻ പറ്റുള്ളത് എനിക്കറിയാം, കാരണം കുറേ നാൾ വന്ന് നിൽക്കണ്ടേ. സിനിമ എന്ന് പറയുമ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് മാസങ്ങളോളം നിൽക്കേണ്ട മിനിമം ഒരു എനിക്കിവിടെ അതിന് ഇനോഗ്രേഷൻ എനിക്ക് വേണ്ടി പുള്ളി ഈ ഷൂട്ട് റീഷെഡ്യൂൾ ചെയ്ത് തന്നിട്ടുണ്ട്. എനിക്ക് ഇനോഗ്രേഷനുള്ള ഡേറ്റ് മാറ്റാം, അതാണ് ഉമറയ്ക്കയുടെ ഒരു വേറെ ഒരു സംവിധാനമാണെങ്കിൽ അവനെ മാറ്റാൻ മതി. കാരണം എൻ്റെ ഷൂട്ട് പോലും തുടങ്ങിയിട്ടില്ല. എനിക്ക് ഫസ്റ്റ് ഷൂട്ട് വെച്ച ദിവസം ഉമറയ്ക്ക കാലൊടിച്ചാൽ ഒരു ദിവസം മാറ്റി തരണം, എനിക്ക് ഇന്ന് 3 ഇനോഗ്രേഷൻ ഉണ്ട്. വേറെ ഒന്നും കൊണ്ടല്ലോ, പൈസയുടെ കാര്യമല്ല, ഞാൻ വാങ്ങിച്ചു പോയതല്ല, അവരോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അവർ നമ്മൾ ഇതാണ്, അപ്പോൾ അതുകൊണ്ട് പോകാതിരുന്നാൽ അത് ഭയങ്കര ബാക്ക് ഫെയർ ചെയ്യും, അത് അവർക്കൊരു വിഷമമാവും എന്നുള്ളത് എനിക്ക് മനസ്സിലാണ്. ഞാൻ എൻ്റെ പോസ്റ്ററൊക്കെ വാട്സപ്പിൽ ഇട്ട് കൊടുത്തു, അപ്പം തന്നെ പുള്ളി അത് മാറ്റി റീഷൂട്ട്. വേറെ ഒരു ഡയറക്ടറും ചെയ്തില്ല, അവനെ മാറ്റിക്കാൻ പറയും. അവർക്ക് അത്ര അതൊന്നും അബാമിൻ്റെ പടമാണ്, അവരെ സംബന്ധിച്ചിടത്തോളം ആർട്ടിസ്റ്റിനെ കിട്ടുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ പുള്ളി പറഞ്ഞാൽ നീ ചെയ്താൽ നന്നാവും. അതിൽ ലാലേട്ടൻ്റെ ഒരു ഇതുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാനരസമുള്ളൊരു ക്യാരക്ടറാണ്, അതുകൊണ്ടായിരിക്കാം അങ്ങനെ. എന്നാലും പുള്ളിയിലൊരു ഗ്രേറ്റ്നെസ് ഉണ്ട്, ഭയങ്കര സിമ്പിൾ മനുഷ്യൻ. എന്നെ സംബന്ധിച്ചിടത്തോളം വേഷം തന്നുകൊണ്ട് പറയുന്നതല്ല, ഇതിപ്പോൾ ഞങ്ങൾ തമ്മിൽ പരിചയമായിട്ട് കുറേ വർഷമായി. ഇപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ഭയങ്കര അലിഗൻസ് ഒക്കെ വന്നായിരുന്നു, അത് ചേട്ടൻ അറിഞ്ഞിട്ടുണ്ട്, കാരണം അത്രയും ഡീപ്പായിട്ട് അറിയുന്ന ഒരാളാണ്. അപ്പൊ പുള്ളിയെ കുറിച്ച് കാര്യം എല്ലാവരും ഇങ്ങനെ എന്താണ് ചേട്ടാ 2 വർഷമൊക്കെ ഒരുമിച്ച് കൂടെ പോയിട്ട് എനിക്ക് താമസിച്ചിട്ട് പിന്നെ ലാസ്റ്റ് പീഡനം എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഈ പൊതുവേ എൻ്റെ ഒരു അറിവ് ശരിയാണ്, തെറ്റായിട്ട് പറഞ്ഞല്ല, സ്ത്രീകളെ അല്ല ഞാനും ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല. പൊതുവേ ഈ പെണ്ണുങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ഇപ്പം ഒരു റിലേഷൻഷിപ്പിലാവുന്നു, അപ്പം റിലേഷൻഷിപ്പ് ആകുമ്പം അവർ രണ്ടുപേരും അവരുടെ നല്ല സമയങ്ങൾ നല്ല രീതിയിൽ മേ ബി ഫിസിക്കലിയൊക്കെ വളരെ ഇൻഡെപ്റ്റായിട്ടൊക്കെ ചിലവഴിക്കും. രണ്ടുപേരുടെ സമ്മതത്തോടു കൂടി ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നു, ഒരുപാട് യാത്ര ചെയ്യുന്നു, ഒരുപാട് പ്രാവശ്യം ബന്ധപ്പെടുന്നു എന്നുള്ള കാര്യങ്ങൾ. പക്ഷെ അത്തരം ബന്ധപ്പെടലുകൾ ചെയ്തതിന് ശേഷം കുറേ നാൾ കഴിയുമ്പം അവരിപ്പം പെണ്ണിൻ്റെ സൈഡിലാണോ ആൺകുട്ടിയുടെ സൈഡിലാണോ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ തമ്മിൽ ബ്രേക്കപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവുന്നു. അപ്പോൾ ഇതിനിടയിൽ അവർ വേറെ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് തന്നെ ദേഷ്യം കൂടിയതുകൊണ്ടോ ഇവൻ വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്നു, ബ്രേക്കപ്പിന് ശേഷം ഇവൻ എന്നെക്കാൾ സന്തോഷമായിട്ട് നടക്കുന്നു എന്നുള്ളത്. ഇവൻ്റെ സന്തോഷം നശിപ്പിക്കാൻ ഒരൊറ്റ വഴിയുള്ളൂ, സമൂഹത്തിൽ അവനെ ടാർണിഷ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത്തരം ഒരു ഗിമിക്കാണെന്നേ പറയുള്ളൂ. ഇപ്പം കോടതികൾ പോലും ഇത്തരത്തിലുള്ള കേസുകളുമായിട്ട് ചില ഉമറയ്ക്കയുടെ കേസിൽ സംഭവിച്ചത് അതാണ്. പുള്ളിക്ക് മുൻകൂർ ജാമ്യം കൊടുത്തവർ, കാരണം പുള്ളി പ്രൂഫല്ല സബ്മിറ്റ് ചെയ്തു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നവന്മാർ ഒരു 200 രൂപ പേപ്പർ വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാം. അല്ല കേസിന് പോകില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി, അല്ലാതെ കൊണ്ടുപോകരുത്, വലിയ പ്രശ്നമാണ്, വലിയ പാടാണ്. കൊണ്ടുപോകുന്നുണ്ടെന്നൊരു തെറ്റില്ല, അല്ല എല്ലാവരും അവരുടെ ഭാഗത്താണല്ലോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്നൊന്നും പറയുന്നത്. ഇപ്പം ചില സ്ത്രീകൾ ഇപ്പം സാമ്പത്തികമായി ആൾക്കാരെ ട്രാപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇതുപോലെ മനസ്സിലായില്ലേ, ഇതുപോലെ നിങ്ങൾ എനിക്ക് പൈസ തന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് എനിക്ക് കുറച്ച് നാൾ ഇത്രയും ലൈവ് ലൈനിൽ നിന്ന് വരുന്നതിന് മുമ്പേ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ട്. അപ്പോൾ അത്തരത്തിലൊരു പെണ്ണെ ഫോൺ കൊണ്ട് വിളിച്ച് തരട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു നീ മാത്രമല്ല എൻ്റെ അമ്മയും കുഞ്ഞമ്മയൊക്കെ ഞാൻ കൊണ്ടുപോയി. സീരിയസ് ആയിട്ട് ഇപ്പോഴല്ല, കുറേ നാൾ മുമ്പ് ഒരു പെണ്ണ് എന്നോട്, മുകേഷ് നായർ ആയതിനൊക്കെ ശേഷം നമ്മൾ ഈ ഇടയ്ക്കൊന്നും അല്ല, കുറച്ച് നാൾ മുമ്പ് ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് കുറേ